മതി മതി മതി. പേരൂർ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം ഒരു പേപ്പട്ടി ഇറങ്ങി 6ഓളം ആളുകളെ 13ാം വാർഡായ കാഞ്ഞിരയിൽ കടിക്കുകയും അതേ തുടർന്ന് നമ്മൾ നടപടികൾ സ്വീകരിച്ച് ഉടനെ തന്നെ അവരെ ആംബുലൻസിലാക്കി കയറ്റി അവരെ ആശുപത്രിയിലെത്തിക്കുകയും ഒരാളെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ എത്തിച്ച് അവർക്ക് വേണ്ട അടിയന്തര ചികിത്സകളെല്ലാം ചെയ്യുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി നിയമതടസ്സങ്ങൾ കുറേ ഈ പട്ടികളെ കൊല്ലുന്നതായിട്ട് സംബന്ധിച്ച് നിയമതടസ്സങ്ങൾ ഒത്തിരിയുണ്ട്. അതിൻ്റെ ഭാഗമായി ഇന്ന് കൊല്ലത്തുനിന്ന് ഡോ ക്യാച്ചറിനെ നമ്മൾ വിളിക്കുകയും നമ്മുടെ പഞ്ചായത്തിൻ്റെ വെറ്റിനറി ഡോക്ടറുടെ സഹായത്തോടു കൂടി നമ്മൾ ഏതാണ്ട് 20ഓളം തെരുവ് നായ്കളെ ആൻറ്റി റാബിസിൻ്റെ വാക്സിനേഷൻ എടുത്ത് അവർ വിടുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രവർത്തനം ഇനി വരും ദിവസങ്ങളിൽ വേറെ വാർഡുകളിലും നമ്മൾ ചെയ്തു വരും. പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഈ പട്ടിക്ക് എതിരെയുള്ള എല്ലാ സന്നിധാനങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ABC പദ്ധതി നമ്മൾ കഴിഞ്ഞ വർഷം 9 ലക്ഷം രൂപ വെച്ചിട്ടുണ്ടായിരുന്നു ജില്ലാ പഞ്ചായത്തിൽ. അത് ഉടൻ തന്നെ നമ്മൾ നടപ്പിലാക്കാൻ, ഈ വർഷം പ്രോജക്റ്റ് നടപ്പിലാക്കാൻ നമ്മൾ പഞ്ചായത്ത് സമിതി ഒന്നടങ്കം തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ തെരുവുനായ ശല്യം വളരെയധികം എല്ലാ വാർഡുകളിലും വളരെയധികം രൂക്ഷമായ സാഹചര്യത്തിൽ ഇനിയും വരും ദിവസങ്ങളിൽ വാർഡുകളിലെല്ലാം നമ്മൾ ഈ ഡോഗ് ക്യാച്ചറിനെ വിളിച്ച് അവർക്കെതിരെയുള്ള ആൻറ്റി റാബിസിൻ്റെ വാക്സിനേഷൻ എടുത്ത് നമ്മുടെ പഞ്ചായത്ത് സുരക്ഷിതമായ രീതിയിൽ തന്നെ പോകണമെന്ന് നല്ല രീതിയിൽ നമ്മൾ ആലോചിച്ചിരിക്കുകയാണ് നമ്മുടെ സമിതി ഇതിനു വേണ്ടി. അതുപോലെ തന്നെ ഈ 6 പേരെ കടിച്ചവർക്ക് നമ്മളെല്ലാ വൈദ്യസഹായങ്ങളും അതോടൊപ്പം തന്നെ അവർക്ക് ഇതിൻ്റെ പട്ടി കടിച്ചതിൻ്റെ ധനസഹായങ്ങളും ഞങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ ഈ പ്രവർത്തനങ്ങൾ തുടരുക തന്നെ ചെയ്യുകയും ചെയ്യും. ഏരൂർ പഞ്ചായത്തിൽ തെരുവ് പട്ടികളുടെ ശല്യം അടുത്തിടെ കുറച്ച് വർദ്ധിക്കുകയുണ്ടായി. ഒരു പേപ്പട്ടി ഇറങ്ങി കുറച്ച് പട്ടികളെയൊക്കെ കടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് നമ്മളെ ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ചുള്ള പഞ്ചായത്തിന് ചെയ്യാൻ കഴിയുന്നത് ആൻറ്റി റാബീസ് വാക്സിൻ എടുക്കുക എന്നുള്ളതാണ് ഇപ്പം നിയമപരമായി നമുക്ക് പഞ്ചായത്തിന് ചെയ്യാൻ കഴിയുന്നത്. അങ്ങനെ നമ്മൾ ഡോഗ് ക്യാച്ചറൊക്കെ വിളിച്ച് നമ്മളവിടെ ആ പേപ്പട്ടി ഇറങ്ങിയ മേഖലയിലെല്ലാം തന്നെ മിക്കവാറും ഉള്ള പട്ടികളെയൊക്കെ പിടിച്ച് നമ്മൾ ആൻറ്റി റാബീസ് വാക്സിൻ നൽകുകയുണ്ടായി. അതാണ് ഒരു പ്രതിരോധ പ്രവർത്തനം ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തിൻ്റെ ബാക്കിയുള്ള പ്രദേശങ്ങളിൽ നാളെ വിളക്കുപാറയും ഇതേപോലെ ആൻറ്റി റാബീസ് വാക്സിൻ നടപ്പാക്കുകയുണ്ടായി. അങ്ങനെ നമ്മുടെ പഞ്ചായത്തിൻ്റെ മിക്കവാറും എല്ലാ മേഖലകളിലും ആ പ്രവർത്തനം നടന്നു വരികയാണ്. അവിടെ കൂടുതൽ ശല്യം എന്ന് വെച്ചാൽ അതനുസരിച്ച് നമ്മൾ ആളുകളെ വിളിച്ച് ഈ ആൻറ്റി റാബീസ് വാക്സിൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പഞ്ചായത്തിനെ സംബന്ധിച്ചോളം ചെയ്യാൻ കഴിയുന്ന ഏക മാർഗ്ഗമെന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ നിയമപരമായി നമുക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. അതാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും നമുക്ക് അതിനുപറ്റി ABC പദ്ധതി നടപ്പാക്കുന്നതിന് നമ്മൾ ഏതാണ്ട് 9 ലക്ഷം രൂപ പ്രൊവൈഡ് വെച്ചിട്ടുണ്ട്. അത് ജില്ലാ പഞ്ചായത്തിന് സ്റ്റേറ്റ് ഗവൺമെൻറ് മൃഗസംരക്ഷണ വകുപ്പുമായിട്ടാണ് ചെയ്യുന്നത്. അതിന് ആ പദ്ധതി തന്നെ ഉടനെ തന്നെ നടപ്പാക്കും. എന്നാൽ ആ ABC പദ്ധതിയും ഈ വരുന്ന സാമ്പത്തിക വർഷം വളരെ കാര്യക്ഷമമായിട്ട് നടപ്പാക്കാൻ തന്നെയാണ് പഞ്ചായത്ത് തീരുമാനിച്ചത്. അന്നേരം ഈ തെരുവ് നായയുടെ ശല്യം പരമാവധി കുറയ്ക്കുന്നതിന് നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി അതിനെ കുറയ്ക്കുന്നതിനും അതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളും പഞ്ചായത്ത് വളരെ കാര്യക്ഷമമായിട്ടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കുറച്ച് പട്ടി അടിച്ചായിരുന്നല്ലോ, അവരുടെ എത്ര പേരെ കടിച്ചു ഒരു അവസ്ഥ പഞ്ചായത്തിൻ്റെ ഇടപെടൽ എങ്ങനെയായിരുന്നു? അന്ന് 4 പേരെയാണ് ഈ പേപ്പട്ടി കടിച്ചെന്ന് പറഞ്ഞത്. 6 പേരെ അവരെല്ലാം തന്നെ പഞ്ചായത്തിൻ്റെ ആംബുലൻസിൽ തന്നെ അവരെ നമ്മൾ കൊല്ലൂർ താലൂക്ക് ആശുപത്രി കൊണ്ടുപോയി. അതിലൊരാളെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കടി ഇത്തിരി കൂടുതലായതുകൊണ്ട് അവിടെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അതിന് വേണ്ടുന്ന എല്ലാവിധമായ പ്രവർത്തനങ്ങളും പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യുന്നുണ്ട്. അത് പട്ടികടിയായിട്ട് ബന്ധപ്പെട്ട എല്ലാം ഒരു പഞ്ചായത്തിന് ചെയ്യാൻ കഴിയുന്ന എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെയും ഇപ്പോഴും എല്ലാം തന്നെ അത് ചെയ്തുകൊണ്ടിരിക്കുക. ആ കാര്യം വളരെ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത തരത്തിൽ അവരെ സുരക്ഷിതമായി അതിനുവേണ്ടി സംരക്ഷിക്കുന്നതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കും.